ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത്. അങ്കമാലിക്കാരുടെ കല്യാണങ്ങളിൽ തലേദിവസമൊക്കെ വിളമ്പുന്ന ഒരു കറിയാണ് ഇത്. നല്ല ടേസ്റ്റാണ് ഇത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട്. മീൻകറിയുടെ ഒക്കെ രുചിയുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മാങ്ങക്കറി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മാങ്ങക്കറി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനിഗർ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതിൽ നല്ലോണം ഉപ്പും ആ ഒരു വിനിഗറൊക്കെ പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. ഈ ഒരു കറി ഞാനിവിടെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 10 അല്ലി ചെറിയുള്ളി കട്ട് ചെയ്തിട്ടുള്ളതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കാം. ഇനി 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. പിന്നീടാണ് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു കറി നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പോളം വരും. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. പിന്നെ ഒരു കാര്യം, വീഡിയോ കണ്ടുകൊണ്ടിരിക്കണ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോസൊക്കെ മുന്നോട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ചതിന് ശേഷം വേണം കേട്ടോ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അതല്ലെങ്കിൽ ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ട് ഇങ്ങനെ ഉടഞ്ഞിട്ടൊക്കെ പോവും. ഞാനിവിടെ ആ ഒരു വിനെഗറോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവണ വരയ്ക്കൊന്ന് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. മാങ്ങ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കി എടുക്കുകയൊന്നും ചെയ്യരുതിട്ട്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്തുടഞ്ഞിട്ടൊക്കെ പോവും. ഈ ഒരു കറി നമ്മളിങ്ങനെ വിളമ്പണ സമയത്ത് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ആയിട്ട് കിട്ടണം കേട്ടോ. എന്നാലാണ് ഈ ഒരു കറി കാണാനും നല്ല ഭംഗി ഉണ്ടാവുക. പിന്നെ ആ ഒരു മാങ്ങ കഷ്ണങ്ങളങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. വെന്തുടഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി ആകെ അങ്ങനെ കുഴഞ്ഞ പരുവത്തിലായി പോകും. ഇതിപ്പോൾ നല്ലോണം തന്നെ തിളച്ചിട്ട് കറി ഒന്ന് വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു കഷ്ണങ്ങൾ ഒന്നും കൂടെ ഒന്ന് വെന്തിട്ടൊക്കെ വരാനുണ്ട്. ഇപ്പോൾ ഇതിലത്തെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് നല്ല തിക്കായിട്ടുള്ള തേങ്ങയുടെ 1ാം പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. ഈ ഒരു തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് നേരം ഇങ്ങനെ തിളപ്പിച്ചിട്ട് എടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. ചെറുതായിട്ട് ഒന്നിങ്ങനെ തിളച്ചിട്ടൊക്കെ വരുന്നത് വരയ്ക്കൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി. തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം കറി ഇതേ തിളച്ചിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഈ ഒരു കറിയിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കറി ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കണ പോലെയാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ മൺചട്ടിയിൽ വെച്ചിട്ടുള്ളത് കാരണം ഇതൊന്ന് ചൂടാറിയിട്ട് കഴിയുമ്പോഴേക്കും കറി നല്ലോണം തന്നെ തിക്കായിട്ടൊക്കെ വന്നോളും. കറിയിലേക്ക് താളിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു 5-6 ചെറിയുള്ളി കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അങ്കമാലി സ്റ്റൈലിലുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്